ഹായ് എവ്രി വൺ. നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്, അതും ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓവനോ ഒന്നുമില്ലാതെ. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കിയാലോ. ഇളം ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കാം. 2 കോഴിമുട്ട, ആവശ്യത്തിനുള്ള പഞ്ചസാര, വെനില എസൻസ്, അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തത്, അതും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയും കൊക്കോ പൗഡറും നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കുക. ഈ സമയത്ത് ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ടുണ്ടാവും. ഇനി ഇതും അതേപോലെ തന്നെ ആ എഗ്ഗിൻ്റെ മിക്സും ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് മിക്സിൻ്റെ കൺസിസ്റ്റൻസി ഒരു ദോശമാവിലും കുറച്ചും കൂടെ ടൈറ്റായിട്ട് ഇരിക്കണം. ഇനി ഇതൊരു 30 to 45 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും മാവൊക്കെ ചെറുതായിട്ടൊന്ന് പൊങ്ങി ബേക്ക് ചെയ്യാൻ സെറ്റായിട്ടുണ്ടാവും. ഈ സമയത്ത് ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കേക്ക് മിക്സ് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് പോകാനും മാവ് ഒന്ന് ഈവണായിട്ട് പൊങ്ങി വരാനും വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ച് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സിൽവർ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് അതിൽ ഹോൾസൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 45 മിനിറ്റ്സ് മിനിമം സ്റ്റീം ചെയ്തെടുത്താൽ നല്ല സൂപ്പർ സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ കേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.